ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷും ടീച്ചറിൻ്റെയും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഉത്കൃതനം, ഓണപരീക്ഷ മോഡൽ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. അപ്പം എല്ലാ കൂട്ടുകാരും റെഡിയാണല്ലോ? ഓക്കെ മക്കളെ, വേഗം നമുക്ക് നമ്മുടെ പരീക്ഷയിലോട്ട് പോവാം അല്ലേ? അതിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യപേപ്പറിൽ ഇതേപോലെ കുട്ടിയുടെ പേര് എന്ന് എഴുതാനുള്ളൊരു സ്പേസിൽ മക്കളുടെ പേര് എഴുതണം. വിദ്യാലയത്തിൻ്റെ പേര് എന്നുള്ളത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതണം. ഡിവിഷൻ എന്നുള്ളത് നിങ്ങളുടെ ക്ലാസ് ഡിവിഷനും എഴുതണം കേട്ടോ. അതെല്ലാം മക്കൾക്ക് ടീച്ചർ പറഞ്ഞു തരും, അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലിൽ കൂട്ടുകാർ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. നിറം നൽകൂ. മക്കൾക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ചിത്രത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഒരുപാട് പൂക്കളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, മലകളുണ്ട്, പിന്നെ ആകാശത്ത് മേഘങ്ങളുണ്ട്, മരങ്ങളുണ്ട്. ഇങ്ങനെ ഒത്തിരി കാഴ്ചകൾ എന്തുണ്ട് ഈ ഒരു ചിത്രത്തിലുണ്ട് അല്ലേ? ആ ഒരു ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിറം നൽകാനാണ് ആദ്യത്തെ പ്രവർത്തനം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ എക്സാമിന് പോകുന്ന സമയത്ത് കളർ പെൻസിൽ നിങ്ങളുടെ കയ്യിൽ കരുതുക. ഇതേ കണക്ക് നിറം നൽകാനുള്ള പ്രവർത്തനങ്ങളും ചിത്രം വരയ്ക്കാനുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം മറക്കാതെ എന്ത് ചെയ്യണം, നിങ്ങളുടെ കളർ പെൻസിൽ കയ്യിൽ കരുതണം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. വായിക്കാം, എഴുതാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഈ മഴയത്ത് എങ്ങനെയാ തേൻ കുടിക്കാൻ പോവുക? അമ്മ പൂമ്പാറ്റ പറഞ്ഞു. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കാം, കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. മുറ്റത്തെ പൂന്തോട്ടത്തിലെ പൂക്കൾ തലയാട്ടി വിളിച്ചു. മഴ കുറഞ്ഞല്ലോ മക്കളെ, വേഗം വരൂ, നമുക്ക് തേൻ കുടിക്കാം. അമ്മ പൂമ്പാറ്റയുടെ പിന്നാലെ കുഞ്ഞു പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ പൂന്തോട്ടത്തിലെത്തി. നേരം വൈകി, വേഗം കുടിച്ചോളൂ. പെട്ടെന്ന് നേരം ഇരുട്ടി. കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. ഇനി നമ്മൾ എങ്ങനെയാണ് വീട്ടിലെത്തുക? ഇത് കണ്ട മിന്നാമിനുങ്ങ് അവരോട് പറഞ്ഞു. വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ വീട്ടിലെത്തിക്കാൻ സഹായിക്കാം. എൻ്റെ പിന്നാലെ വന്നോളൂ. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പറന്നുപോയി. കഥ വായിച്ചല്ലോ. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. അപ്പം മക്കൾക്ക് അവിടെ ഒരു കഥ വായിക്കാനായിട്ട് തന്നിട്ടുണ്ടല്ലേ. ആരുടെ കഥയാണ്? നമ്മുടെ അമ്മ പൂമ്പാറ്റയും കുഞ്ഞു പൂമ്പാറ്റയും അതുപോലെ തന്നെ മിന്നാമിനുങ്ങിൻ്റെയും കഥയാണല്ലേ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഈ കഥയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നോക്കിക്കേ മക്കളെ, ആദ്യത്തെ ചോദ്യം എന്താണ്? ആരാണ് പൂമ്പാറ്റകളെ വീട്ടിലെത്തിക്കാൻ സഹായിച്ചത്? ആരായിരുന്നു മക്കളെ സഹായിച്ചത്? നമ്മുടെ മിന്നാമിനുങ്ങാണ് അല്ലേ. ആരാണ് സഹായിച്ചത്? മിന്നാമിനുങ്ങാണ് സഹായിച്ചത്. അപ്പം മക്കൾ ഇവിടെ എഴുതണം കേട്ടോ. മിന്നാമിനുങ്ങ് എന്നുള്ളത് മക്കൾ ആ ഒരു തന്നിട്ടുള്ള കോളത്തിൽ എഴുതണേ. മിന്നാമിനുങ്ങാണ് അവരെ വീട്ടിലെത്താനായിട്ട് സഹായിച്ചത്. ഓക്കെ മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നേരം ഇരുട്ടിയപ്പോൾ കുഞ്ഞു പൂമ്പാറ്റകൾ എന്താണ് ചെയ്തത്? എന്തായിരുന്നു മക്കളെ ചെയ്തത്? ഓർമ്മയുണ്ടോ? നോക്കിക്കേ, കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങിയില്ലേ. അപ്പം കുഞ്ഞു പൂമ്പാറ്റകൾ എന്താണ് ചെയ്തത്? നേരം ഇരുട്ടിയപ്പോൾ കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങി എന്ന് വേണം മക്കൾ അവിടെ ആൻസറായിട്ട് എഴുതാൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തിരിക്കാം. ഇത് പറഞ്ഞത് ആരാണ്? ആരായിരുന്നു മക്കളെ പറഞ്ഞത്? ദാ ഇവിടെ നോക്കിക്കേ. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തിരിക്കാം, കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ആരാണ് പറഞ്ഞത്? നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റകളാണ് പറഞ്ഞത് അല്ലേ. ആരാണ് പറഞ്ഞത്? കുഞ്ഞു പൂമ്പാറ്റകളാണ് പറഞ്ഞത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എങ്ങനെയാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്? എങ്ങനെയാണ് മക്കളെ പോയത്? എങ്ങനെയാണ്? ദാ ഇവിടെ നോക്കിക്കേ. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പറന്നു പോയില്ലേ. ആരുടെ വെളിച്ചത്തിലാണ്? മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം വഴിയാണ് അവർ വീട്ടിലേക്ക് പോയത് അല്ലേ. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയി. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു? എങ്ങനെയാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്? മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിൽ എന്നാണ് മക്കളിവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ.
താഴെ കൊടുത്ത പേരുകളിൽ ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേര് തിരഞ്ഞെടുത്തെഴുതുക. മഴക്കാലം, പൂന്തോട്ടം, മിന്നാമിനുങ്ങിൻ്റെ സഹായം, തളിരിലകൾ. ഏതാണ് മക്കളെ? ടീച്ചർക്ക് തോന്നുന്നത് മിന്നാമിനുങ്ങിൻ്റെ സഹായം എന്നതായിരിക്കും കൂടുതൽ യോജിച്ച ആ ഒരു പേര് കേട്ടോ. ഇനി കൂട്ടുകാർക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില മക്കൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കല്ലേ. അടുത്ത പ്രവർത്തനം നോക്കിക്കേ മക്കളെ. പ്രവർത്തനം 2, സംഭാഷണം. നോക്കിക്കേ. പൂന്തോട്ടത്തിൽ എത്തിയ മിന്നാമിനുങ്ങും കുഞ്ഞു പൂമ്പാറ്റയും എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും? സംഭാഷണം എഴുതുക. എന്താണ് മക്കളെ? പൂന്തോട്ടത്തിലെത്തിയ മിന്നാമിനുങ്ങും കുഞ്ഞു പൂമ്പാറ്റയും എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും എന്നതാണ്. അപ്പം മിന്നാമിനുങ്ങ് വന്ന് ആദ്യം തന്നെ കുഞ്ഞു പൂമ്പാറ്റയോട് എന്താണ് ചോദിച്ചത്? എന്താ കരയുന്നത്? എന്താ ചോദിച്ചത്? എന്താ കരയുന്നത് എന്നുള്ളത് നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റയോട് ചോദിച്ചു അല്ലേ. എങ്കിൽ പിന്നീട് അവരെന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കും എന്നതാണ് മക്കളുടെ അടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഇവിടെ നോക്കിക്കേ. മിന്നാമിനുങ്ങ് എന്ത് ചോദിച്ചു? എന്താ കരയുന്നത് എന്ന് ചോദിച്ചു അല്ലേ. അപ്പം നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? മഴ കാരണം ഇന്ന് ഞങ്ങൾ തേൻ കുടിക്കാൻ വരാൻ ഒത്തിരി വൈകി. അപ്പം മിന്നാമിനുങ്ങ് പറഞ്ഞു, എന്നിട്ട് എന്തു പറ്റി? അതിന് നീ കരയുന്നത് എന്തിനാ? കുഞ്ഞു പൂമ്പാറ്റ, നേരം പെട്ടെന്ന് ഇരുട്ടായി, വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. മിന്നാമിനുങ്ങ്, അതിനെന്താ, നിന്നെ ഞാൻ സഹായിക്കാമല്ലോ. കുഞ്ഞു പൂമ്പാറ്റ, ഒത്തിരി നന്ദിയുണ്ട് മിന്നാമിനുങ്ങേ. അപ്പം ഇതേ രീതിയിൽ മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അവർ തമ്മിലുള്ള സംഭാഷണം എഴുതി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ മിന്നാമിനുങ്ങും അതുപോലെ തന്നെ കുഞ്ഞു പൂമ്പാറ്റയും തമ്മിലുള്ള സംഭാഷണം എഴുതിയില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോകാം. നോക്കിക്കേ. പ്രവർത്തനം 3, ഡയറി എഴുതാം. അമ്മ പൂമ്പാറ്റയും കുഞ്ഞുങ്ങളും സുരക്ഷിതമായി വീട്ടിലെത്തി. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ പൂമ്പാറ്റ ഡയറി എഴുതുവാൻ തുടങ്ങി. അവൾ എന്തായിരിക്കും എഴുതിയത്? ഡയറി എഴുതുക. അപ്പം നമ്മുടെ അമ്മ പൂമ്പാറ്റയും കുഞ്ഞുങ്ങളും എന്ത് ചെയ്തു? സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിയില്ലേ. ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ അമ്മ പൂമ്പാറ്റ എന്ത് ചെയ്തു? ഡയറി എഴുതുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അവൾ എന്തൊക്കെയായിരിക്കും ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മക്കൾ എഴുതിയിട്ടുണ്ടായിരിക്കുക? അന്ന് നടന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കില്ലേ. മഴ പെയ്ത കാര്യവും തേൻ കുടിക്കാൻ നേരം വൈകിയ കാര്യവും അതുപോലെ തന്നെ നേരം പെട്ടെന്ന് ഇരുട്ടിയ കാര്യവും അവരെ മിന്നാമിനുങ്ങ് സഹായിച്ച കാര്യവും എന്നിങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മുടെ അമ്മ പൂമ്പാറ്റ എഴുതിയിട്ടുണ്ടാവില്ലേ. അപ്പം നോക്കിക്കേ, ടീച്ചർ ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ. ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. അതിനാൽ തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നേരത്തെ തേൻ കുടിക്കാൻ പോകാൻ പറ്റിയില്ല. മഴയൊന്ന് ചോർന്നപ്പോൾ ഞാനും കുഞ്ഞുങ്ങളും പൂന്തോട്ടത്തിൽ പോയി. പക്ഷേ പെട്ടെന്ന് തന്നെ ഇരുട്ടായി. കുഞ്ഞുങ്ങൾ ആകെ ഭയന്നു. ഇനി എങ്ങനെ വീട്ടിലെത്തുമെന്ന് ആശങ്കയിലായിരുന്നു ഞാൻ. പക്ഷേ ഭാഗ്യത്തിന് ആ സമയത്താണ് ഒരു മിന്നാമിനുങ്ങ് ആ വഴി വന്നത്. അവൾ ഞങ്ങളെ വീട്ടിലെത്താൻ സഹായിച്ചു. ഇരുട്ടിൽ ഞങ്ങൾക്ക് വഴി തെളിച്ചു തന്നത് അവളാണ്. അവൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇന്ന് ഒത്തിരി വിഷമിച്ചേനെ. എന്തായാലും കുഞ്ഞുങ്ങളെല്ലാവരും വയറു നിറഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പം ഇതേ രീതിയിൽ മക്കൾക്ക് ഡയറി എഴുതാവുന്നതാണ്. പിന്നെ ഡയറി എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? ഡേറ്റ് എഴുതാനായിട്ട് മറക്കരുത് കേട്ടോ. മക്കൾ ഡേറ്റ് എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇന്ന് നമ്മൾ 3 പ്രവർത്തനങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വരുന്ന ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ക്ലാസ്സുകൾ അവൈലബിൾ ആവണമെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, അതോടൊപ്പം ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.